അമേരിക്ക മറ്റ് രാഷ്ട്രങ്ങൾക്കുമേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ ഇന്ത്യ പുലർത്തുന്ന മൗനം പ്രതിഷേധാർഹമാണെന്ന് CPIM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. CPIM ഗുരുവായൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗുരുവായൂരിൽ സംഘടിപ്പിച്ച മതേതര സുഹൃത്ത് സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇപ്പോൾ നമ്മൾ ക്ഷണിച്ചു കൊണ്ടുവരുന്ന ഒരു അതിഥിയെ മറ്റൊരാൾ ആക്രമിച്ചാൽ ന്യായമായും നമ്മൾ എടുക്കേണ്ട ഒരു നിലപാടുണ്ട്. ഇറാൻ നാവികസേനയെ ഇന്ത്യ ക്ഷണിച്ചിട്ടാണ് അവർ സംയുക്ത നാവികാഭ്യാസത്തിന് ഇന്ത്യൻ തീരത്തെത്തിയത്. ആ കപ്പലിനെയാണ് തങ്ങളുടെ അന്തർവാഹിനി ഉപയോഗിച്ച് അതിലെ സൈനികരെ കൊലപ്പെടുത്തിയത്. ഏറ്റവും വിധമായ ഒരു അന്താരാഷ്ട്ര നയതന്ത്ര മര്യാദ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളതിനെ അപലപിക്കേണ്ടതായിരുന്നു. അമേരിക്കയുടെ ആ നടപടിയെ പരസ്യമായി നമ്മൾ തള്ളി പറയേണ്ടതായിരുന്നു. പ്രതികരിച്ചില്ല എന്നുള്ളത് അങ്ങേയറ്റം ദുഃഖകരമായ ഒരു സ്ഥിതിവിശേഷമാണ്. ഇടതുപക്ഷം ഇങ്ങനെ നിലപാടെടുക്കുന്നതിൽ എന്ത് കാര്യം? നാം സ്വാതന്ത്ര്യത്തെ കുറിച്ച് പൗരാവകാശത്തെ കുറിച്ചുള്ള വിശാലമായ കാഴ്ചപ്പാട് കൊണ്ട് എടുത്തിട്ടുള്ള നിലപാടാണ്. ഇപ്പോ നരേന്ദ്രമോദിയോട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് രാഷ്ട്രീയമായിട്ടുള്ള വിയോജിപ്പുണ്ട്. പക്ഷെ അമേരിക്കയുടെ ഒരു നിലപാടിനെതിരായിട്ട് ഇന്ത്യ നിന്നാൽ നാളെ നരേന്ദ്രമോദിയെ ഇതുപോലെ പിടിച്ചുകൊണ്ടുപോകുന്ന സ്ഥിതി വന്നാലും ശക്തമായി എതിർക്കാൻ ഇതേ നിലപാട് നമ്മൾ എടുക്കും. ഒരു സംശയവും കാര്യത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ. കേന്ദ്ര സർക്കാരിനെതിരെ ജനകീയ രോഷം ഉയർത്തുന്നതിൽ കോൺഗ്രസ് ദയനീയമായി പരാജയപ്പെട്ടുവെന്നും അബ്ദുൽ ഖാദർ പറഞ്ഞു. ജില്ലാ കമ്മിറ്റി അംഗം M കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. NK അക്ബർ MLA, CPIM ഗുരുവായൂർ നിയോജക മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി C സുമേഷ്, ഏരിയ സെക്രട്ടറി TT ശിവദാസ്, MA ഹാരിസ് ബാബു, ഗുരുവായൂർ നഗരസഭ ചെയർപേഴ്സൺ സുനിത രവീന്ദ്രൻ, ചാവക്കാട് നഗരസഭ ചെയർമാൻ AH അക്ബർ, മമ്മിയൂർ ദേവസ്വം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ JK പ്രകാശ്, P യതീന്ദ്രദാസ് തുടങ്ങിയവർ സംസാരിച്ചു.